അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 26/7/2025 നടന്ന പോലീസ് കോൺസ്റ്റബിൾ CPO പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെ വരും, പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശദമായ ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ ഫോണിൽ വിളിക്കുകയുണ്ടായി. അപ്പോൾ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് എത്ര മാർക്ക് കിട്ടിയാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിക്കും എന്നൊക്കെ പല ഉദ്യോഗാർത്ഥികൾക്കും സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പരീക്ഷയെ സംബന്ധിച്ച് വിശദമായ ഒരു അവലോകനം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ചോദ്യങ്ങളിൽ സയൻസ് ചോദ്യങ്ങൾ വളരെയധികം പ്രയാസമായിരുന്നു എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളുടെ പൊതുവെയുള്ള അഭിപ്രായം. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായിട്ട് PSC നടത്തിയ പരീക്ഷകൾക്ക് 2.60 ലക്ഷത്തിലേറെ അപേക്ഷകർ ഉണ്ടായിരുന്നു. ST വിഭാഗത്തിനുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിരുന്നു ASI ട്രെയിനി തസ്തികയിലേത്. ഇന്ത്യ റിസർവ് ബറ്റാലിയനിലേക്കുള്ള കോൺസ്റ്റബിൾ തസ്തികയിലാണ് കൂടുതൽ അപേക്ഷകർ ഉണ്ടായിരുന്നത്. അതായത് 1.15 ലക്ഷം പേർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾക്ക് പരീക്ഷയ്ക്കും അതുപോലെ തന്നെ മറ്റു പരീക്ഷകളെക്കാൾ താരതമ്യേന ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ആയിരുന്നു വന്നത് എന്നത് വളരെ ഉദ്യോഗാർത്ഥികളും വളരെ മാർക്കിനെ സംബന്ധിച്ച് വളരെയധികം പ്രയാസത്തിലായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്ക് മറ്റു മാർക്കുകൾ പരീക്ഷകൾക്ക് ലഭിച്ചതിനേക്കാൾ കുറവായി പോയി എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഉയർന്ന നിലവാരത്തിനപ്പുറമുള്ള ചോദ്യങ്ങൾ പൊതുവിജ്ഞാന ഭാഗത്തും ഉണ്ടായിരുന്നു. ചോദ്യങ്ങളുടെ വിലയിരുത്തുമ്പോൾ ഈ പരീക്ഷയിൽ 60 മാർക്ക് സ്കോർ ചെയ്യാനായാൽ മികച്ച റാങ്ക് ഉറപ്പിക്കാം എന്നാണ് വ്യക്തമാകുന്നത്. പ്രാഥമിക ഉത്തര സൂചികയിൽ പിശകുകൾ ഉണ്ടായിരുന്നു. അതായത് PSCയുടെ പ്രാഥമിക ഉത്തര സൂചികയിൽ പൊതുവിജ്ഞാന ഭാഗത്ത് 2 പിശകുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഒന്ന് രോഗങ്ങളും രോഗാണുക്കളും തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി എന്നത് എന്ന ചോദ്യത്തിന് വൈറസ് ന്യൂമോണിയ എന്നതാണ് PSC ശരിയുത്തരമായിട്ട് നൽകിയിട്ടുള്ളത്. എന്നാൽ ശ്വാസകോശത്തെ ബാധിക്കുന്ന ന്യൂമോണിയ രോഗം വൈറസ് മൂലമോ ബാക്ടീരിയ മൂലമോ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വൈറസ് ന്യൂമോണിയ ആയിക്ക് കാരണമാകുന്നു എന്നത് തെറ്റായി പറയാനാകില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരെണ്ണമുണ്ട്. മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലെ ശരിയായ പ്രസ്താവന ഏത് എന്നതിൽ ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിൽ ആദ്യമായി ലഭിച്ചത് G. ശങ്കരക്കുറുപ്പാണ് എന്ന പ്രസ്താവന PSC നൽകിയ ഉത്തരസൂചികയിൽ ശരിയായി പരിഗണിച്ചിട്ടില്ല. അതുപോലെ തന്നെ എല്ലാം ശരിയാണ് എന്ന സൂചികയ്ക്ക് പകരം 1ഉം 2ഉം ശരി എന്നാണ് PSC നൽകിയ ഉത്തരത്തിൽ ഉള്ളത്. അതുപോലെ തന്നെ സയൻസ് ചോദ്യങ്ങൾ പരിധി വിട്ടു എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളുടെയൊക്കെ പൊതുവായുള്ള അഭിപ്രായം. നിലവാരം കൂടിയ ചോദ്യങ്ങളാണ് ജനറൽ സയൻസിൽ കൂടുതലായി വന്നത്. ഇത്തരമൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ കൈകാര്യം ചെയ്യാനാകുന്നതിലും ഉയരെയുള്ള ചോദ്യങ്ങളായിരുന്നു പൊതുവെ വന്നത് എന്നാണ് അഭിപ്രായം. അതുപോലെ തന്നെ ഫിസിക്സ് ഭാഗത്ത് 2 പ്രോബ്ലം ചോദ്യങ്ങൾ വന്നു. കെമിസ്ട്രിയിൽ നിന്ന് 3 ചോദ്യങ്ങളും ബഹുഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികൾക്കും കൈകാര്യം ചെയ്യാനാവാത്ത സ്വഭാവത്തിലെ ഉള്ളതുമായിരുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. അതുപോലെ തന്നെ ഇതിനകത്ത് കട്ട് ഓഫ് മാർക്ക് ഏകദേശം പൊതുവെയുള്ള അഭിപ്രായത്തിനനുസരിച്ച് 45-നും 50 ഇടയിൽ കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചോദ്യങ്ങൾ വളരെ കടുകട്ടിയിലുള്ളതായിരുന്നുകൊണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികൾക്കും മാർക്ക് തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ 45-നും 50-നും ഇടയ്ക്ക് മാർക്ക് കിട്ടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ലിസ്റ്റിൽ പെടാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പരീക്ഷയാണ് 26/7/2025 നടന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ പരീക്ഷയെ ഫേസ് ചെയ്തപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. അത്രയും കടുപ്പമുള്ള ചോദ്യങ്ങൾ വേണ്ടായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് അങ്ങനെയാവുമ്പോൾ കട്ട് ഓഫ് മാർക്ക് കുറയാനുള്ള സാധ്യത ഏറെയാണ്. കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തണമെങ്കിൽ കട്ട് ഓഫ് മാർക്ക് കുറഞ്ഞു വന്നാൽ മാത്രമേ കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പൊതുവെയുള്ള മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.